നമ്മൾ ഇന്ന് പഞ്ചിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ജസ്റ്റ് ഒരു മൈലേജിൻ്റെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിന്ന് ഓടിക്കുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം കുറച്ച് ഫീൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വഴി കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതൊരു ഫുൾ ഓപ്ഷൻ പഞ്ചിൻ്റെ വണ്ടിയാണ്. അപ്പം ഇത് ഒരു പഴയ മോഡലാണ്. ഇപ്പോഴത്തെ മോഡലിൽ 10 ഇഞ്ച് ഹൈ ഡെഫിനിഷൻ ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സർവീസാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സർവീസിൻ്റെ ഒരു സൈഡാണിത്. ഇവിടെയാണ് നേരെ കാണുന്നതാണ് നമ്മുടെ സർവീസ് സെൻറ്റർ. കണ്ടോ അവിടെ ടിഗോർ പണിയുന്നുണ്ടോ? ഇത് സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടികളെല്ലാം കസ്റ്റമർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലേക്ക് ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. പെട്ടെന്ന് കൊടുക്കണ്ടേ? ഇത് ഇപ്പം റീസെറ്റ് ചെയ്താണ് ഈ പഞ്ച് ഓട്ടോമാറ്റിക്കിന്റെ ക്ലസ്റ്റർ. അപ്പൊ ഇപ്പൊ ഏകദേശം 22-23 കിലോമീറ്റർ സംതിങ് ആണ് കാണിക്കുന്നത്. കാരണം ഇപ്പൊ 3 കിലോമീറ്റർ ആയുള്ളൂ. ഈ 3 കിലോമീറ്റർ ഇപ്പൊ ഞാൻ റീസെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് അതിന്റെ കറക്റ്റ് മൈലേജ് ഒന്നും കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം വണ്ടി കുറച്ച് ഓടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്റെ കറക്റ്റ് അതിന്റെ റേഞ്ചിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതൊരു ആക്യുറേറ്റ് ഫിഗർ ആണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും നമുക്കൊരു ഏകദേശം ഒരു ഫിഗർ കിട്ടും. അപ്പൊ ഇപ്പം നമുക്ക് വണ്ടി 4 കിലോമീറ്റർ ഓടി. അപ്പൊ ഞാൻ ഒരു 10 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഈ മൈലേജ് കാണിച്ചു തരാം. നമ്മളിപ്പോ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കുറവലങ്ങാട് നമ്മൾ മൂവാറ്റുപുഴ പോകുന്ന റൂട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു റോഡ് പോയ ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ ഏകദേശം ഒരു ഇതെന്നാന്നുള്ളത്. അപ്പം ഞാൻ വണ്ടിക്കകത്ത് വിത്ത് AC-യിലാണ് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഈ പഞ്ച് AMT എന്ന് പറഞ്ഞ വണ്ടി. കഴിഞ്ഞ മാസത്തെ ഡിസംബർ മാസത്തെ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിരുന്ന കാറാണ് പഞ്ചിൻ്റെ വണ്ടികൾ. അതിൻ്റെ ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടിക്ക് അതേപോലെ സെയിലായിരുന്നു. കൂടുതലും ഓട്ടോമാറ്റിക് വണ്ടി സെയിലായി പോകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഭയങ്കര കംഫർട്ടാണ്, വലിയ ലാഗൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ യാത്രാസുഖം, എനിക്ക് ഈ വണ്ടിയുടെ യാത്രാസുഖം ഭയങ്കര ഇഷ്ടമാണ്. കാരണം വളരെ കംഫർട്ടബിൾ ആണ്. അതിൻ്റെ സീറ്റ്സും അതിൻ്റെ ബാക്ക് സീറ്റും ഒക്കെ സാധാരണ ഒരു കുഞ്ഞ് SUV കാറിൻ്റെ ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഈ കാറിൻ്റെ ബാക്ക് സീറ്റൊക്കെ നല്ല കംഫർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കംഫർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റം കയറിയപ്പോഴത്തേക്ക് 21 എന്ന് പറഞ്ഞ സാധനമൊക്കെ ഒറ്റ അടിക്ക് താഴ്ട്ട് പോയി. ഇനി പതുക്കെ കയറി വരും. ഏകദേശം 20 കിലോമീറ്റർ ആയി. 20 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 21 കിലോമീറ്റർ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെ പറയാണ്, ഇതൊരു ആവറേജ് മൈലേജ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇതൊരു ആക്യുറേറ്റ് മൈലേജ് അല്ല. എങ്കിൽ പോലും ഏകദേശം പഞ്ച് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ പഞ്ച് ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇത്ര മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡീസൻറ്റ് ഫിഗറാണ്. ഇത് മൂവാറ്റുപുഴയ്ക്ക് മുമ്പുള്ള ഒരു കയറ്റമാണ്. ആ കയറ്റം വരുമ്പോഴത്തേക്കുള്ള മൈലേജ് ഉണ്ടോ? ഇപ്പം 21 കാണിക്കുന്നത്. ഇപ്പം 21 താഴെ പോവും. മിക്കവാറും ഒരു 20-ലേക്ക് എത്തും. കണ്ടോ, 20 മാറി ഇപ്പം 20.9 ആയി. ഇത് മിക്കവാറും ഒരു 19-ലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പം ഇത് കയറ്റം വരുമ്പോൾ ഇതിൻ്റെ മൈലേജ് കുറയും. സ്റ്റേബിൾ വഴി എത്തുമ്പോൾ മൈലേജ് കൂടും. എന്നാലും എനിക്ക് ഡീസൻ്റ് ഒരു 20 മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടിയിൽ, അത്യാവശ്യം മോശമില്ലാതെ. നമ്മളിത് മൂവാറ്റുപുഴ ടൗണിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. പക്ഷേ മൂവാറ്റുപുഴ ടൗണിൻ്റെ അടുക്ക് നിൽക്കുമ്പോഴത്തേക്ക് എനിക്കുള്ള മൈലേജ് എന്ന് പറയുന്നത് 19.4 ഇത് മൂവാറ്റുപുഴ ടൗണാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:45 2:45 തിരക്കാണ്. എന്നെ ബ്ലോക്കാണെന്നറിയോ? ഒരു രക്ഷയില്ല, അന്യായ ബ്ലോക്കാണ്. മൈലേജ് കണ്ടോ? 19 കണ്ടോ? ഇപ്പം കറക്റ്റ് ടൗണിൻ്റെ നടക്കായിരിക്കുന്നത് കണ്ടോ? കറക്റ്റ് ടൗണിൻ്റെ അടുക്ക് ഫുള്ള് ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനകത്ത് കിടക്കുമ്പോഴുള്ള മൈലേജാണ് 19 കിലോമീറ്റർ. ഓക്കെ,
ഓൾമോസ്റ്റ് തിരക്ക് കഴിയാറായത്. അങ്ങോട്ട് പോകുന്നത് ആ വഴിയാണ് കോലഞ്ചേരിക്ക് പോകുന്നത്. നമുക്ക് നേരെ പോകുന്നത് പെരുമ്പാവൂർ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 18.7 ആണ്. അപ്പോൾ ഇതാണ് ടൗണിൽ കിടക്കുമ്പോൾ ഉള്ള മൈലേജ്. നല്ല ബ്ലോക്കായിരുന്നു, നല്ല ബ്ലോക്കുണ്ട് ഇവിടെ മൂവാറ്റുപുഴയിൽ. അപ്പം ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് ഞാൻ ബ്ലോക്കിൽ കിടക്കുക. അരമണിക്കൂറായിട്ട് ബ്ലോക്കിൽ കിടക്കുമ്പോഴും 18.7 മൈലേജ് ഉണ്ട്. നമ്മൾ ഈ സ്റ്റിയറിംഗിൽ നിന്ന് കറക്റ്റ് നമുക്ക് കറക്റ്റ് നമ്മൾ കൈ ഓടിക്കുന്ന പിടുത്തം, അതേസമയം നമ്മൾ റോഡിലോട്ട് നോക്കുന്ന ആ വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സുഖമുള്ള മീൻസ് ഒരു വ്യൂ ആണത്. നിങ്ങൾ അത്യാവശ്യം ഈ ബ്ലോക്കുള്ള വഴിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ടൗണിലൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഈ വണ്ടി നല്ല. കാരണം ഇതൊരു 4 മീറ്റർ ഇല്ല ഈ വണ്ടിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം അത്ര വലിയ നീളമില്ലാത്ത കാറാണ്. എന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് സ്പേസും കുറവില്ല, വണ്ടിക്കകത്ത് അത്യാവശ്യം സ്പേസും ഉണ്ട്. അപ്പോൾ അതിനും പറ്റിയൊരു വണ്ടിയാണ് ഈ പഞ്ച് എന്ന് പറഞ്ഞ വണ്ടി. എനിക്ക് എൻ്റെ ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും ഇഷ്ടം. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. കണ്ടോ, നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ പഞ്ചീവി കിടക്കുന്നതാണ്. ഇഷ്ടം പോലെ പഞ്ചീവി കാണാൻ വേണ്ടി പറ്റും. പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന ഏറ്റുമാനൂരത്തെ സർവീസ് സെൻ്റർ അല്ലേ, ആ സർവീസ് സെൻ്ററാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ EV സർവീസ് ചെയ്യുന്ന ഒരു സർവീസ് സെൻ്റർ ഇന്ത്യയിലെ തന്നെ. അപ്പം നിങ്ങളത് ആലോചിച്ച് നോക്കണം, കേരളം എന്തുമാത്രം വലിയൊരു മാർക്കറ്റാണെന്ന് EVയുടെ അതേപോലെ EV സെയിൽസ് ആകുന്നുണ്ട് കേരളത്തിൽ. കാരണം അല്ലെങ്കിൽ നമുക്ക് അത്രയും വണ്ടികൾ വരത്തില്ലല്ലോ. ഈ വന്ന വഴിക്ക് കണ്ട ഒരു ആക്സിഡന്റ് ആണ്. അത് കണ്ടോ, ആ സെലേറിയോ അവിടെ ഇടിച്ചു കിടക്കുകയാണ്. ഇത് കണ്ടോ സെലേറിയുടെ ഫ്രണ്ട് മൊത്തം പോയി. അതുപോലെ തന്നെ തവേരയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ മറ്റേ ഒരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടില്ല, അതിൻ്റെ വീരുടെ മേളിൽ കയറിയിരിക്കുകയാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ജാഗ്രതയായിട്ട് ഓടിക്കുക, വളരെ സൂക്ഷിച്ച് ഓടിക്കുക, സ്പീഡൊക്കെ കുറച്ച് ഓടിക്കുക, വളരെ ശ്രദ്ധിച്ചോടിക്കുക. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒത്തിരി സ്പീഡിൽ പോകാതെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള ആക്സിഡൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് മൊത്തം പോയി. ആർക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ ഈ വണ്ടിയിൽ യാത്ര ചെയ്തു. അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 55-60 കിലോമീറ്ററിന്റെ മേളിലോട്ട് ഈ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടില്ല. അപ്പം എൻ്റെ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് മൈലേജും വേണം, ഒത്തിരി സ്പീഡിലും പോകണമെന്ന് നടക്കുന്ന കാര്യമല്ല. ഒരു ഡീസൻറ്റ് മൈലേജിൽ ഡീസൻറ്റ് സ്പീഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഏകദേശം ഒരു 18-19 കിലോമീറ്റർ ഈ ഓട്ടോമാറ്റിക് പഞ്ച് ചെയ്ത് മൈലേജ് കിട്ടും നിങ്ങൾക്ക്. അതൊരു ഡീസൻറ്റ് ഫിഗർ ആണ്. കാരണം നമ്മളിപ്പം എത്ര സ്പീഡിൽ ഓടിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഫ്രണ്ടിലായാലും ഒരു ലോറിയോ ബസ്സോ വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഈ സ്പീഡിൽ ഓടിച്ച മുഴുവൻ ഫ്രണ്ടിലാളെ വന്ന് വണ്ടിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം തീരും. അതുകൊണ്ട് ഈ ബ്ലോക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊരു 60-50 പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒത്തിരി ക്ഷീണമില്ലാതെ നമുക്ക് ശരീരം ഒത്തിരി അടങ്ങാൻ നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മൈലേജും കിട്ടും വണ്ടിക്ക്. പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിയാണ്. പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഗോയിസിന്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ കിയയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മുടെ ഇഞ്ചിയോൺ കിയയുടെ ഒരു ഔട്ട്ലെറ്റ് അപ്പുറത്തുണ്ട്. അപ്പം ഈ പെരുമ്പാവൂർ പോകുന്ന വഴിക്കാണ്. അപ്പം EV ആയിട്ട് വല്ല വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ചാർജ് ചെയ്യാൻ സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 18 കിലോമീറ്റർ മൈലേജ് നമുക്ക് ആവറേജ് കിട്ടി. ഏകദേശം ഒരു 69 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഈ മൈലേജ് ഈ നോക്കുമ്പോഴത്തേക്കും ഇത് ട്രിപ്പ് Aയും അതുപോലെ തന്നെ ഇത് ട്രിപ്പ് B ആണ്. ഇത് 1577 കിലോമീറ്റർ ആണ്. 1577 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഒരു ആവറേജ് കിലോമീറ്റർ ആണ് ഈ 11.9 കാണിക്കുന്നത്. ഇത് ട്രിപ്പ് A ആണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് രാവിലെ റീസെറ്റ് ചെയ്തതാണ് ഈ ട്രിപ്പ് A. മനസ്സിലായില്ലേ? അപ്പം ഇതാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാർ പറയും നമ്മുടെ വണ്ടിക്ക് മൈലേജ് ഇല്ലെന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനം അവർ റീസെറ്റ് ചെയ്തേ ഇല്ല. അതുകൊണ്ടാണ് ഈ മൈലേജ് അവർക്ക് കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയക്കുള്ള മൈലേജും കിട്ടത്തുള്ളൂ. 18 കിലോമീറ്റർ 18.1 കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രാഫിക് ഉണ്ടാകും ഇപ്പോൾ എൻ്റെ ഇടയിൽ. ആ ട്രാഫിക് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടിയത്. അപ്പം
ഈ വണ്ടിക്ക് ഞാൻ പറയുന്ന ഒരു 60 കിലോമീറ്ററൊക്കെ അത്യാവശ്യം ട്രാഫിക് ഉള്ളൊരു വഴി കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് മൈലേജാണ് ഈ 18 എന്ന് പറയുന്നത്. മോശമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഹിൽ സ്റ്റേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 18 വരെ ചിലപ്പോൾ ഒരു 16 ആയിരിക്കും ഹിൽ സ്റ്റേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. എങ്കിലും 16 എന്ന് പറയുന്നത് വലിയ മോശമല്ല. അപ്പം ടാറ്റയുടെ വണ്ടികൾക്ക് പൊതുവെ മൈലേജ് കുറവാണെന്നൊരു പേരുണ്ട്. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇതിൻ്റെ സംഭവം എന്നറിയാന്നേ, നമ്മൾ ചവിട്ടി പൊളിച്ച് വണ്ടി ഓടിക്കും, എന്നിട്ട് ഒട്ടും മൈലേജ് ഫിഗർ കാണിക്കത്തില്ല. അപ്പോൾ ഈ 18 കാണിക്കുന്ന ഒരു ആക്യുറേറ്റ് ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഏറെക്കുറെ ഒരു 18 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്കകത്തുണ്ട്. 17-18 മൈലേജ് ഉണ്ടായിരിക്കും. എന്നാലേ ഒരിക്കലും ആ ക്ലസ്റ്ററിനകത്ത് ആ ഒരു ആവറേജ് മൈലേജ് കാണിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ കാർ ഓടിക്കുമ്പോഴത്തേക്കും ഒരു 60 ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഒത്തിരി ചവിട്ടി പൊളിക്കുക അതൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് മൈലേജ് പഞ്ചിനകത്തല്ല ഏത് വണ്ടിക്കകത്താണെങ്കിലും കിട്ടും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഓരോ വണ്ടികളുടെയും മൈലേജ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാറ്റുപുഴ വന്നു. മൂവാറ്റുപുഴ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുവഴി പെരുമ്പാവൂർ വന്നു. അപ്പം ഏകദേശം നിങ്ങൾക്ക് ആ വഴിയുടെ സ്വഭാവം അറിയാമല്ലോ. പക്ഷേ ഈ വഴിയൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ സ്വഭാവം അറിയായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ഏറെക്കുറെ ഉള്ളൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വീഡിയോ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.